ഖദീജ ബീവിയിൽ പ്രവാചകർക്കുണ്ടായ 2 ആൺമക്കൾ ഖാസിം, അബ്ദുള്ള, രണ്ടുപേരും ചെറിയ പ്രായത്തിലെ മരണപ്പെട്ടു. അപ്പോൾ ഖദീജ ബീവിയുടെ ചാരത്താണ് ഈ 2 മക്കളെയും ഖബറടക്കിയത്. നിങ്ങൾ നേരെ നോക്കുമ്പോൾ ഒരു ഗ്രില്ലൊക്കെ ഇട്ട ഒരു ഇത് കണ്ടോ? ആ മുകൾ ഭാഗത്തായിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ? ഗ്രില്ലിട്ട ഒരു ഇത് കണ്ടില്ലേ? ഒരാളവിടെ നിപ്പുണ്ട്, കണ്ടോ? ഒരാളവിടെ നിന്ന് നോക്കുന്നുണ്ട്. അതിന്റെ അകത്താണ് ഈ 3 ഖബറുള്ളത്. മനസ്സിലായോ? ഗ്രില്ലിട്ട ഒരു സ്ഥലത്ത് ഒരാൾ നിൽക്കുന്ന കണ്ടോ? ഒരാൾ നിന്നിട്ട് അവിടേക്ക് നോക്കുന്നുണ്ട്. ആണുങ്ങൾക്ക് അവിടെ പ്രവേശനമുണ്ട്, സ്ത്രീകൾക്ക് ഇതിൻ്റെ അകത്ത് പ്രവേശനം ഇല്ല. അപ്പൊ ഞങ്ങൾ ആണുങ്ങൾ അങ്ങോട്ട് പോയാൽ നിങ്ങൾ സ്ത്രീകളൊക്കെ ഒറ്റപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് കണ്ടാ പോരെ? ശരി, നമുക്കൊരു സലാം പറയല്ലേ? അസ്സലാമു അലൈക്കി യാ ഖദീജ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ വ ഇന്നാ ഇൻഷാ അല്ലാഹ് ബിക്കും ലാഹിഖൂൻ. അസ്സലാമു അലൈക യാ ഖാസിം. അസ്സലാമു അലൈക യാ അബ്ദുല്ലാഹ്. നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും അൽ ആഫിയ. ഇത് ജന്നത്തുൽ മുഅല്ല എന്നാണ് ഇതിന്റെ പേര്. ജന്നത്തുൽ മുഅല്ല, ഈ ഖബർസ്ഥാന്റെ പേര്. അതിന്റെ അർത്ഥം സ്വർഗത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ടത്, സ്വർഗവുമായിട്ട് കണക്ഷൻ ഉള്ളത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇവിടെയാണ് ഒരുപാട് സഹാബിമാർ, ആരാണെന്ന് അറിയില്ല, ആരൊക്കെയാണെന്ന് വ്യക്തമല്ല. ഒരു ഖബറിന്റെ മുകൾ ഭാഗത്തും മീസാൻ കല്ലില്ല. നോക്കിയേ, നിങ്ങൾ ഉണ്ടോ നോക്കിയേ? ഒരു ഖബറിന്റെ മുകൾ ഭാഗത്ത് മീസാൻ കല്ലില്ല, പേര് കൊത്തിവച്ചിട്ടില്ല, ഒരു ഖബറും കെട്ടിപ്പൊക്കിയിട്ടില്ല. ഇത് ഏത് ഖബറാണെന്ന് അറിയാൻ പോലും കഴിയുന്നില്ല. അബൂജഹൽ ഇവിടെയാണ്. അബൂജഹൽ അല്ല, സോറി, ആരാണ്? പ്രവാചകന്റെ വെല്ലുപ്പ അബൂ താലിബ് ഇവിടെയാണ്. അബ്ദുൽ മുത്തലിബ് ഇവിടെയാണ്. അതേപോലെ പ്രവാചകന്റെ ഹാഷിം കുടുംബം, പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ ഇവിടെയാണ്. ഇസ്ലാം സ്വീകരിച്ചവരും ഇവിടെയാണ്, സ്വീകരിക്കാത്തവരും ഇവിടെയാണ്. അതാരാണെന്ന് വ്യക്തമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൽ വിശ്വസിച്ച ആദ്യകാല മുസ്ലിങ്ങൾ ഈ മക്കയിൽ വെച്ച് മരണപ്പെട്ടവരൊക്കെ ഇവിടെയാണ്. അപ്പൊ അതാരാണെന്ന് അറിയില്ല. കൃത്യമായിട്ടൊരു ബോർഡില്ല, ഇവിടെ ആരാധനയില്ല. ഖബർ ഇങ്ങനെ വച്ചിരിക്കുന്ന അടയാളമുണ്ട് എന്നല്ലാതെ ഖബർ പൂജ ഇല്ല. നമ്മൾ വന്ന് കണ്ട് ഖബർ അവിടെ കിടക്കുന്നവർക്ക് സലാം പറഞ്ഞ് നമ്മൾ പോകുന്നു, അല്ലേ? മഹാന്മാരുണ്ട് ഇവിടെ, പ്രഗത്ഭരായ സഹാബിമാരുണ്ട് ഇവിടെ. നമുക്കറിയില്ല ആരാണെന്ന്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി സലാം പറയാം. അസ്സലാമു അലൈക യാ അഹ്ലൽ ഖുബൂർ വ ഇന്നാ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും അൽ ആഫിയ. ആമീൻ യാ റബ്ബൽ ആലമീൻ.